ഇതിലും ചെറുതുണ്ടെങ്കിൽ അത്. നമ്മുടെ വീട്ടില് എന്താ പറയാ, എടാ ഉമ്മ എനിക്കുള്ളതാണ്, ഉമ്മ എനിക്കുള്ളതാണ്, നിന്റെ ഉമ്മ അല്ല. വാപ്പ എന്റേതാണ്, നിന്റെ വാപ്പ അല്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യാ, വഴക്കുണ്ടാക്കും. എന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയല്ല, എന്റെ വാപ്പയാണ്, നിന്റെ വാപ്പയല്ല. ഈ മക്കള് വളർന്ന് വലുതായി കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി അവർ വലിയ നിലയിലെത്തുമ്പോൾ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ, എന്റേത് മാത്രമല്ലല്ലോ, നിന്റെ കൂടെ വാപ്പാനല്ലോ, അതുകൊണ്ട് നീ പോയിക്കോ. എന്റെ മാത്രമല്ലല്ലോ, നിന്റെയും കൂടെ ഉമ്മയല്ലേ, അതുകൊണ്ട് നീ 2 ദിവസം നിന്റെ വീട്ടിൽ നിർത്തിക്കോ. എന്താ കാര്യം? ചെറിയ പ്രായത്തിൽ അവൻ പറയും, എന്റെ മാത്രമാണ് എന്റെ ഉമ്മ, എന്റെ മാത്രമാണ് എന്റെ ഉമ്മ എന്ന് പറയുന്ന മക്കള് വളർന്ന് വലുതായാൽ പറയുന്ന വാക്കിതാണ്, എന്റേതു മാത്രമല്ലല്ലോ, നിന്റെയും കൂടെ ഉമ്മയല്ലേ, അതുകൊണ്ട് നീ കൊണ്ടുപോയി 1 ആഴ്ച നിർത്തിക്കോ എന്ന് പറയുന്ന മക്കളായി ഈ കാലഘട്ടത്തിലെ മക്കള് മാറിയെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഒരു മുഷാവറ നടത്തി. എന്താ മുഷാവറ എന്നറിയോ? അവരവർക്ക് വീതിക്ക് കിട്ടാനുള്ള പൈതൃക സ്വത്ത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാനുള്ള വാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കിട്ടുന്ന അനന്തര സ്വത്ത് വീതിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ഇതുപോലെ കാണിക്കണം. എന്താ പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ സഹോദരങ്ങളോടൊപ്പം വീട്ടിനകത്തിരിക്കുമ്പോൾ ആ സമയത്താണ് എല്ലാവരും വന്നിട്ട് പരസ്പരം പറയുന്നു, എനിക്ക് അവിടത്തെ ഒരു 2 ഏക്കർ വേണം, അവിടത്തെ ഈത്തപ്പന തോട്ടം എനിക്കു മതി, അവിടത്തത് എനിക്കു മതി, ഇവിടത്തത് എനിക്കു മതി എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓഹരി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തറവാട് വീട്ടിൽ വന്നപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവസാനം വരെ മിണ്ടാതിരുന്നിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾ അതൊക്കെ എടുത്തോളീൻ, എനിക്കൊരൊറ്റ കാര്യം മതി, അത് നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ ആ ഈത്തപ്പുര തോട്ടം എടുത്തോ, എനിക്ക് പ്രശ്നമല്ല. അവിടത്തെ പുരയിടം നിങ്ങളെടുത്തോ, പ്രശ്നമല്ല. അവിടത്തെ സ്ഥാപനം നിങ്ങളെടുത്തോ, പ്രശ്നമല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, എനിക്ക് ഒന്ന് മാത്രം മതി, അത് നിങ്ങൾ എനിക്ക് മാത്രം വിട്ടു തരണം. അതെന്താണ്? അതെന്റെ ഉമ്മയാണ്, അതെന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ എനിക്ക് മാത്രം നിങ്ങൾ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചുവെങ്കിൽ ആ പാത പിൻപറ്റുന്നവരല്ലേ നമ്മൾ, ആ പാത പിൻപറ്റേണ്ടവരല്ലേ നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഉമ്മയെ പറ്റി മനസ്സിലാക്കാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. എല്ലാവരും ഉമ്മയാണ്, സ്നേഹത്തണലായ ഉമ്മയാണ് വിഷയമെന്ന് അറിയുമ്പോൾ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്. ഇന്ന് ഉസ്താദ് ഇത് പറയാതിരിക്കില്ല. കാര്യം എന്താണ്? ഉമ്മയെന്ന് പറയുമ്പോൾ ഈ ഹദീസ് മറന്നുകൊണ്ട് നമുക്ക് ഉമ്മയെ പറ്റി പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയില്ല. മാതാവിന്റെ മഹത്വം പറയുമ്പോൾ ഈ ഹദീസ് നമുക്ക് മാറ്റിവെച്ചിട്ടൊരു സംസാരം നമുക്കില്ല. പ്രിയപ്പെട്ട മാതാവിന്റെ മഹത്വം അറിയണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരികയാ. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, എനിക്ക് ആരോടാണ് ബാധ്യതയുള്ളത്? ഏറ്റവും വലിയ ബാധ്യത എനിക്ക് ആരോടാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ മാതാവിനോടാണ്. നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ ആരോടാ നബിയേ? എന്റെ മാതാവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ, എന്റെ മാതാവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, എന്റെ മാതാവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹമുള്ളത്? ആരോടാണ് എനിക്ക് കടമയുള്ളത്, കടപ്പാടുള്ളത്? ആ സമയത്തും റസൂലുള്ള വീണ്ടും പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാ. വീണ്ടും ചോദിച്ചു, നബിയേ, 2 ഭാഗവും പൂർത്തിയായല്ലോ, ഇനി ചോദിക്കട്ടെ, പിന്നെ ആരോടാ? പിന്നെ ആരോടാണ് എനിക്ക് കടമയുള്ളത്, കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത്? ആ സമയത്ത് റസൂലുള്ളാഹി മൂന്നാമതും പറഞ്ഞിരുന്നെന്നറിയോ? നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാ. ആ സമയത്ത് റസൂലുള്ളാഹിയോട് സഹാബി വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ
പിന്നെ ആരോടാണ് നബിയെ? പിന്നെ ആരോടാണ്? നാലാമത് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? അബൂക്ക, നിന്റെ വാപ്പയോടാ, നിന്റെ വാപ്പയോടാ. ആദ്യത്തെ 3 സ്ഥാനങ്ങളും കരകരമാക്കിയതാരാണ്? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചവിട്ടി പുറത്താക്കിയ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന്, ആതുരാലയത്തിൽ കൊണ്ടുവന്ന് ഞാനും നിങ്ങളും അക്കാമഡേഷൻ കൊടുത്ത് ഞാനും നിങ്ങളും കൈ കഴുകി കളഞ്ഞ ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മാതാവിനോട് 3 വട്ടം റസൂലുള്ള പറഞ്ഞു, 3 വട്ടം നിങ്ങളുടെ കടപ്പാട്, 3 വട്ടം നിങ്ങളുടെ കടമകള്, 3 വട്ടം നിങ്ങളുടെ ബാധ്യതകള്, 3 വട്ടം നിങ്ങളെ ബഹുമാനം, 3 വട്ടം നിങ്ങളെ സ്നേഹത്തണല് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് 4ാം പ്രാവശ്യമാണ് പ്രിയപ്പെട്ടവരെ വാപ്പയെന്ന് റസൂലുള്ള പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കറിയണോ എന്താണ് ഈ ഹദീസിന്റെ ആശയം? എന്താ ഈ ഹദീസിന്റെ അർത്ഥം? എന്താ? 400 രൂപ കൊണ്ട് ജോലി ചെയ്തിട്ട് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, അതിലും 300 രൂപ നിന്റെ ഉമ്മയ്ക്ക് കൊടുത്തിട്ട് 100 രൂപ വാപ്പയ്ക്ക് കൊടുക്കണമെന്നല്ല. അങ്ങനെ ഒരു ചിന്തയല്ല, അങ്ങനെ ഒരു അർത്ഥമല്ല റസൂൽ ഉദ്ദേശിച്ചത്. എന്താ റസൂലുള്ള ഉദ്ദേശിച്ചതെന്നറിയുമോ? നീ കച്ചവടം ചെയ്ത് ബിസിനസ് നടത്തിയിട്ട് നീ 500 രൂപ വീട്ടിൽ കൊണ്ടുവന്നാൽ അതിലും 300 രൂപ നിന്റെ മാതാവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് 100 രൂപ മാത്രമാണ് നിനക്ക് അവകാശം നിന്റെ വാപ്പയ്ക്ക് കൊടുക്കാനുള്ളതെന്നല്ല റസൂല് പറഞ്ഞത്. പിന്നെയോ 3 വട്ടം നിന്റെ ഉമ്മയോടാണ് നിനക്ക് കടപ്പാടുകളെന്ന് പറഞ്ഞ റസൂലുള്ളാഹി എന്താണ് ആ ഹദീസിലൂടെ ഉദ്ദേശിച്ചതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, വാപ്പായും ഉമ്മായും എല്ലാ ത്യാഗങ്ങളിലും ഒരുപോലെയാണ്, എല്ലാ ത്യാഗങ്ങളിലും ഒരുപോലെയാണ്. പൊന്നുമക്കൾക്കൊരു രോഗം വരുമ്പോ, പ്രിയപ്പെട്ട സന്താനങ്ങൾക്കൊരു സങ്കടം വരുമ്പോ, അവർക്ക് ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോ വാപ്പയും ഉമ്മയും ഉണർന്നിരുന്നു കൊണ്ട് ഒരുപോലെ പൊട്ടിക്കരയുമല്ലോ. എല്ലാറ്റിലും എല്ലാ ത്യാഗങ്ങളിലും വാപ്പായും ഉമ്മായും ഒരുപോലെയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുമല്ലോ ഉസ്താദേ, വാപ്പമാരല്ലേ പൊന്നുമക്കൾക്ക് അധ്വാനിച്ചുകൊണ്ട് കാശ് കൊടുത്ത്, അധ്വാനിച്ചുകൊണ്ട് അരമുണ്ട് ഇറുക്കി കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പൊന്നുമക്കളെ പോറ്റുന്നത് വാപ്പയല്ലേ? ആര് പറഞ്ഞു സഹോദരങ്ങളെ വാപ്പയില്ലാത്ത മക്കളെ പോറ്റുന്നതാരാ? വാപ്പയില്ലാത്ത മക്കളെ പോറ്റുന്നതാരാ? നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മാതാവായ സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്ന് ആരോ കതകിനെ മുട്ടുകയാ. ഈത്തപ്പന തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഈത്തപ്പന ഓലകൾ കൊണ്ട് ചാരി വെച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ കൊട്ടാരമുണ്ടല്ലോ, ചെറിയ കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ വന്നാരോ മുട്ടുകയാണ്. ആയിഷ ബീവി കതക് തുറന്ന് നോക്കുമ്പോ തന്റെ മുന്നിൽ ആരാ നിൽക്കുന്നതെന്നറിയോ? ഒരു പെണ്ണാണ്, ഒരു സഹോദരിയാണ്. കണ്ണ് കുടിഞ്ഞിരിക്കുകയാണ്, കവിള് കുടിഞ്ഞിരിക്കുകയാ, പല്ലെല്ലും തിരിക്കുകയാ, വയറൊട്ടിയിരിക്കുകയാ, വല്ലാതെ വിശന്നിട്ട് വല്ലാതെ പട്ടിണി കിടന്ന പേക്കോലമായി കടന്ന് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ഭവനത്തിന്റെ മുമ്പിൽ വന്ന് ആയിഷയുടെ വീട്ടുമുറ്റത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ മണവാട്ടിയുടെ വീട്ടുമുറ്റത്ത് വന്ന് യാചിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു പോയി. തൊട്ടടുത്ത് 2 പെൺമക്കൾ നിൽക്കുകയാണ്. പറക്കമുറ്റാത്ത 2 പൊന്നുമക്കളാ 2 ഭാഗത്തും നിൽക്കുന്നത്. എന്തു ചെയ്തെന്നറിയോ? ആയിഷ ബീബി പരിശോധിക്കുകയാണ്, വീടിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 3 ഈത്തപ്പഴമല്ലാതെ വേറൊന്നും വീട്ടിനകത്തില്ല. 3 ഈത്തപ്പഴമാണ് വീട്ടിനകത്തുള്ളത്. ആ 3 ഈത്തപ്പഴം എടുത്ത് എന്ത് ചെയ്തെന്നറിയോ? പാവപ്പെട്ട സഹോദരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. ആ സഹോദരി എന്ത് ചെയ്തെന്നറിയോ? 2 ഈത്തപ്പഴമാ 2 പൊന്നുമക്കൾക്ക് അതിന്റെ കുരുമാട്ടിയിട്ട് കൊടുക്കുകയാണ്. 2 ഈത്തപ്പഴമെടുത്ത് 2 പൊന്നുമക്കളുടെ വായിലേക്ക് പതിയെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വിഷം നൊട്ടിയ വയറുമായി കഴിയുന്ന, കണ്ണ് കുഴിഞ്ഞു പോയ, വയറൊട്ടിപ്പോയ, എല്ലുംതിപ്പോയ, കവിളൊട്ടിപ്പോയ, കണ്ണുകുടിയിലായ പട്ടിണി കിടന്ന പ്രിയപ്പെട്ട ഉമ്മ ഒരു ഈത്തപ്പഴമെടുത്ത് കുരുമാട്ടിയിട്ട് സ്വന്തം വായിലേക്ക് ചേർത്ത് വെക്കുമ്പോ 2 പൊന്നുമക്കളാ കയ്യിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മാ, പൊന്നുമക്കൾക്ക് വിശപ്പ് മാറിയിട്ടില്ല, എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല. ഒരു ഈത്തപ്പഴം കഴിച്ചാൽ എങ്ങനെയാ വിശപ്പ് മാറുക? ചുണ്ടോട് ചേർത്ത് വെച്ച ഈത്തപ്പഴത്തിനെ പുറപ്പെടുക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. എന്നിട്ട് ആ ഈത്തപ്പഴത്തിനെ 2ആയി കീറിയിട്ട് 2 പൊന്നുമക്കളെയും വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്.
ഇത് കണ്ട അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് റസൂലുള്ള മദീനത്തെ പള്ളിയിൽ നിന്ന് മടങ്ങി വരികയാ. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊരു വലിയ അത്ഭുതം കണ്ടു നബിയേ, ഞാൻ വലിയ ഒരു അത്ഭുതം കണ്ടു നബിയേ. റസൂലുള്ളാഹിയോട് നടന്ന സംഭവമെല്ലാം വിവരിച്ചു കൊടുക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊടുകയാ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? മനുബുത്തുലിയ മിൻ ഹാദിഹിൽ ബനാത്ത്, ഈ പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ, ഈ പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും ഒരാൾ പരീക്ഷിക്കപ്പെട്ടാൽ, കുന്നലഹോ സിത്റം മിനന്നാർ, ഒരാൾക്ക് 2 3 1 പെൺമക്കളുണ്ടായിട്ട് ആ പെൺമക്കളെ പോറ്റാനും വളർത്താനും കെട്ടിച്ചേക്കാനും പഠിപ്പിക്കാനുമില്ല. ഏതൊരു പിതാവ് മാതാവ് കഷ്ടപ്പെടുന്നുണ്ടോ ആ മാതാപിതാക്കളെ രക്ഷപ്പെട്ടവരാ. കുന്നലഹോ സിത്റം മിനന്നാർ, ആ പെൺകുട്ടികളെ നാളെ നരകത്തിന്റെയും അവരുടെയും ഇടയിലുള്ള വലിയ പടുകൂട്ട പർവ്വത സമാനമായ മറയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഇവിടെ പൊന്നുമക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ നടന്നത് ഉപ്പയല്ല. അതുകൊണ്ട് ഞങ്ങളാണ് ഉസ്താദേ അധ്വാനിക്കുന്നത്, ഞങ്ങളാണ് പിക്കാസ് പിടിക്കുന്നത്, ഞങ്ങളാണ് കുന്താലി എടുക്കുന്നത്, ഞങ്ങളാണ് മൺവെട്ടിയെടുത്ത് മൺകോരിയെടുത്ത് പാടത്ത് പണിയെടുത്തിട്ട് പൊന്നുമക്കളെ പള്ളിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അല്ല സഹോദരങ്ങളെ, നിങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളുടെ പൊന്നുമക്കളെ ഒരു അല്ലലില്ലാതെ അലട്ടലില്ലാതെ പൊന്നുമക്കളെ വളർത്തുന്ന പെറ്റുമ്മയാണ്, ആ പെണ്ണുമ്മയാണ് വളർത്തിയെടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്യാഗത്തിന്റെ വിഷയത്തിൽ ഉമ്മായും ഉപ്പായും ഒരുപോലെ തന്നെയാ. പക്ഷെ എന്തുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞതെന്താണ്? നിന്റെ ഉമ്മയോട് 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 3 വട്ടം നിനക്ക് കടമ നിന്റെ ഉമ്മയോടാണ്, അതിലും 4ാമത്തെ വട്ടമാണ് പൊന്നുമോനെ നിന്റെ വാപ്പയോട് കടമയുള്ളത് എന്ന് പറഞ്ഞതൊരിക്കലും റസൂലുള്ളാഹി പറഞ്ഞത് 300 രൂപ ഉമ്മക്ക് കൊടുക്കുമ്പോൾ 100 രൂപ വാപ്പയ്ക്ക് കൊടുത്താ മതിയെന്നല്ല. 1000 രൂപ വാപ്പയ്ക്ക് കൊടുക്കുമ്പോ 3000 രൂപ ഉമ്മക്ക് കൊടുക്കണമെന്നല്ല. പിന്നെ എന്താ? വാപ്പാക്ക് കഴിയാത്ത ഇല്ല. ശാസ്ത്രം എത്ര കുതിച്ചുയർന്നാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഒരു വാപ്പാക്കും കഴിയാത്ത 3 സംഗതികൾ ഉമ്മായിൽ നിന്ന് മാത്രമാണ് ലോകത്ത് സംഭവിക്കുക. അത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ സൂറത്തുൽ അഹ്ഖാഫ് അല്ലാഹു ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വാപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ മാത്രം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് 3 കടമകൾ 3 പദവികൾ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ സമ്മാനിച്ചത്. വാപ്പാക്ക് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ആ 3 കാര്യങ്ങൾ ഖുർആനിലൂടെ വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതില് വാപ്പ ഷെയറാവൂല, അതില് വാപ്പ പാർട്ണറാവൂല, അതില് വാപ്പ ഒരിക്കലും അതിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് ഉമ്മയ്ക്ക് മാത്രം സ്വന്തമാണ്, അത് ഉമ്മയ്ക്ക് മാത്രം സ്വാർത്ഥതയുള്ളതാണ്, അത് ഉമ്മാക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, അത് ഉമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വഴല് കേട്ടിട്ട് എഴുന്നേറ്റ് പോയാ പോരാ. ഉമ്മയോട് ആരെങ്കിലും അനാദരവോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് ആ കാൽപാദത്തിന്റെ ചുവട്ടിൽ നോക്കണം. അവിടെയാണ് സ്വർഗം, അവിടെയാണ് സ്വർഗം. അള്ളാഹു നമ്മുടെ മാതാവിനെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മായെ പൊന്നുപോലെ നോക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു മനുഷ്യന്റെയും വിജയത്തിന്റെ പിന്നിൽ ഉമ്മാന്റെ ദുആ ഉണ്ടാകും. ലോകത്ത് ഇമാം ബുഖാരി തങ്ങൾ കാഴ്ച കിട്ടിയ സംഭവം നമുക്ക് പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ പറ്റി പറയുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, എത്ര മഹാരഥന്മാരാണ്, എന്തിനേറെ ഇന്നത്തെ ഇരു ഹറമുകളുടെ മേധാവി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുദൈസ്, അദ്ദേഹത്തിന്റെ ഈ വലിയ വിജയത്തിന്റെ പിന്നിലും തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ദുആ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എല്ലാവരുടെയും ദുആ, അവരുടെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു ഉമ്മയുടെ 2 കൈകളും 2 കണ്ണും 2 തുള്ളി കണ്ണീരും ഉണ്ടാകും. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തില് അള്ളാഹു നമുക്ക് നൽകിയ ഒരു സ്വത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വാപ്പ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉമ്മയ്ക്ക് 3 പദവി. നിങ്ങൾ ആരും അതിന്റെ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പാടില്ല. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? എടാ, ഉമ്മ ഒരിക്ക വിളിച്ചു പോകണം, 2ാമത് വിളിച്ചു പോകണം, 3ാമത് വിളിച്ചു പോകണം. വാപ്പയാണെങ്കിലോ ഒരിക്കൽ വിളിച്ചു പോണ്ട,
രണ്ടാമത് വിളിച്ചു പോണ്ട, മൂന്നാമത് വിളിച്ചിട്ടും പോണ്ട, നാലാമത് വിളിക്കുമ്പോ വാപ്പാക്ക് വിളിക്കുത്തരം കൊടുത്താൽ മതി. കാരണം നാലാമത്തെ പദവിയെ വാപ്പാക്കുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഉമ്മാക്ക് ജോലി ചെയ്തിട്ട് വന്നിട്ട് 3000 കൊടുക്കുമ്പോ വാപ്പാക്ക് 1000 കൊടുത്താൽ മതി, അങ്ങനാണോ? അങ്ങനല്ല. എന്തുകൊണ്ടാണ് 3 പദവിയും റസൂലുള്ളാഹി ഉമ്മയോടാണെന്ന് പറഞ്ഞത്? വാപ്പാക്ക് കഴിയാത്ത 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രം കഴിയുന്നു. അത് ഏതൊക്കെയാ മക്കളെ? പറയ്. പറഞ്ഞോ. പപ്പടോ? പിന്നെ പ്രസവിക്കുക, പിന്നെ പാല് കൊടുക്കുക, പിന്നെ ഉമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യം തൊട്ടിലെട്ടി തരുമോ? ഉമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, നമ്മൾ പറയണ്ട, അള്ളാഹു തന്നെ പറയട്ടെ, അതിൽ വാപ്പാക്ക് പങ്കാകാൻ പറ്റും. നിങ്ങൾ പറയും ഞങ്ങളല്ലേ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്നത്. എടാ, നിങ്ങളില്ലെങ്കിൽ ഉമ്മ നിങ്ങളെ മക്കളെ വളർത്തും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഒന്നുമില്ലാത്തതിന്റെ പേരില് ഉമ്മ 2 പൊന്നുമക്കളെ കൈപിടിച്ചിട്ട് പാവപ്പെട്ട ഉമ്മ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് യാചിക്കുകയാണ് തന്റെ മക്കളെ വളർത്താൻ. നമ്മളില്ലെങ്കിൽ നമ്മൾ കരുതും, ഹോ നമ്മളൊക്കെ ഗമാണിക്കുന്ന അങ്ങനെയാ. എന്താണ്? നമ്മളില്ലെങ്കിൽ പിന്നെ മക്കൾ എങ്ങനെയാ വളരുക? എടോ, വലിയ ആല് മുറിച്ചു കളഞ്ഞാലേ താഴെ നിൽക്കുന്ന ചെറിയ ആല് പൊങ്ങി വരൂ. ഇത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ ആല് നിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ചോല ഉണ്ടാകും, ഇതങ്ങോട്ട് കുരുടിച്ചു പോകണല്ലാതെ പൊങ്ങി വരൂല. അള്ളാഹു എത്ര സന്തോഷം, എത്ര ഹിക്മത്തോടു കൂടിയിട്ട് ആ മനുഷ്യനെ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും കരുതിയോ? വാപ്പമാര് മരിച്ചുപോയ മക്കള് ഈ രാജ്യത്ത് വളരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? വളരുന്നുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 3 പദവികൾ ഉമ്മ കൊടുത്തല്ലോ. 3 കാര്യം പ്രത്യേകത ഉമ്മാക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ അതിൽ പങ്കാളിയാകുമെന്ന് പറഞ്ഞ് വാപ്പ മസലും പിടിച്ച് ഉരുട്ടി വെച്ചുകൊണ്ട് വന്നാൽ നടക്കുവോ? ഒരിക്കലും നടക്കില്ല. ഉമ്മാക്ക് മാത്രം കഴിയുന്ന 3 കാര്യം അള്ളാഹു പറഞ്ഞു. സൂറത്തുൽ ലുഖ്മാനിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന് നാം വസിയ്യത്ത് ചെയ്യുകയാ. അള്ളാഹുവിന്റെ വസിയ്യത്താ, പടച്ചതമ്പുരാന്റെ വസിയ്യത്താണ്. അള്ള പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. ഇത്രയും പറഞ്ഞിട്ടല്ല വാപ്പാന്റെ കഥയൊന്നും പറഞ്ഞില്ല. വാപ്പ പിക്കാസ് എടുത്തതിന്റെ കഥ പറയുന്നില്ല. വാപ്പ മൺവട്ടിയും മൺകോരിയും പിടിക്കുന്നതിന്റെ കഥ പറയുന്നില്ല. വാപ്പ അറബിക്കടൽ താണ്ടി പോയി പണിയെടുക്കുന്ന കാര്യം പറയുന്നില്ല. വാപ്പ ജീവിതത്തിൽ അരമുണ്ടിറക്കി കൊടുക്കുന്നതിന്റെ കഥ പറയുന്നില്ല. പിന്നെയോ അള്ളാഹു പറഞ്ഞത്, ഉടനെ പറഞ്ഞത്, അവന്റെ ഉമ്മയാരാണെന്നറിയോ? ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ട് അവനെ 10 മാസം വയറ്റിൽ ചുമന്നതാണ്. വാപ്പയ്ക്ക് കഴിയാത്ത ഒരു സംഗതി ഒന്നാമത്തേത് വയറ്റിൽ ചുമക്കുക എന്നുള്ളതാണ്. വാപ്പ എന്ത് പണിയുമെടുക്കും, എന്ത് വേണോ കൊണ്ടു കൊടുക്കും, ഏത് വേണോ ചുമന്നു കൊണ്ട് കൊടുക്കും. ഒരു പൂ വേണമെന്ന് പറഞ്ഞാൽ പൂമരം കൊണ്ട് കൊടുക്കും. ഒരു ജലാശയത്തിലെ വെള്ളം വേണമെന്ന് പറഞ്ഞാ ആ ജലാശയം അടർത്തിയെടുത്തുകൊണ്ട് കൊടുക്കാൻ കഴിവുണ്ടാകും. പക്ഷേ ഒരിക്കൽ പോലും ഈ കുഞ്ഞിനെ 2 കിലോ ഉള്ള, 2.5 കിലോ ഉള്ള, 3 കിലോ ഉള്ള, അതല്ലെങ്കിൽ പോകട്ടെ ഒരു ചെറിയ കുഞ്ഞിനെ ഒന്ന് വയറ്റിൽ ചുമക്കാ ഒരു ഉമ്മക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇതല്ലാഹു പറഞ്ഞതാ. രണ്ടാമത്തെ കാര്യമേതാ? അല്ലാഹു സൂറത്തുൽ അഹ്ഖാഫിലൂടെ പറയുകയാണ്, അവനെ വളരെ വേദനയോടെയാ പ്രസവിച്ചത്. രണ്ടാമത്തെ പദവി അല്ലാഹു പറഞ്ഞതെന്താണ്? പ്രസവമാണ്. 1 ഗർഭം ചുമക്കലാണ്, 2 പ്രസവമാണ്, മൂന്നാമത്തേതോ 2 വർഷം മുലപ്പാല് കൊടുക്കുന്ന ഉമ്മയാണ്. വാപ്പാക്ക് മുലപ്പാല് കൊടുക്കാൻ കഴിയോ? മാതാവിനെ പ്രസവിക്കുന്ന വേദന സഹിക്കാൻ അല്ലാഹു അതിനുള്ള ശരീരശക്തി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ എത്രയോ ബലഹീനരാ നമ്മുടെ പെണ്ണുങ്ങള്. പക്ഷേ ചിന്തിക്കണേ, വാപ്പാന നടുറോഡിൽ മലത്തിക്കിടത്തിയിട്ട് പള്ളയിലെ കത്തികുട്ടി കയറ്റിയാൽ വാപ്പ ചരിഞ്ഞു കിടക്കും. വാപ്പാടെ ഇരുഭാഗങ്ങളിൽ കത്തികുത്തി കയറ്റിയാൽ വാപ്പ കവിഴ്ന്ന് കിടക്കും. എന്തു വേദന വന്നാലും പുല്ലുപോലെ ഇടട്ട് കളയുന്ന വാപ്പ ഒരു പ്രസവവേദന സഹിക്കാൻ വാപ്പയ്ക്ക് കഴിയില്ല. അത് ഉമ്മയ്ക്ക് മാത്രം സ്വന്തമാണ്. അല്ലാഹു പറഞ്ഞു മൂന്നാമത് 2 കൊല്ലം പാല് കൊടുക്കണമെന്നുള്ളത്. മുലപ്പാല് 2 വർഷം കൊടുക്കണമെന്നല്ല പറയുകയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അനിഷ്കുറുലീ വലിവാലിദൈക. വീണ്ടും അല്ലാഹു പറയുന്നു, എനിക്കും നിന്റെ മാതാപിതാക്കൾ
പിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണേ. ഇവിടെ ചിന്തിക്കണേ, ഖുർആൻ പഠിക്കണേ. ഖുർആനിൽ നിന്ന് അകന്നു പോയതാണ് മാതാവിനെ തള്ളിപ്പറയുന്നത്. ഖുർആനിൽ നിന്ന് അകന്നു പോയതാണ് മാതാവിന്റെ കഴുത്ത് വെട്ടിമുറിക്കുന്നത്. ഖുർആനിൽ നിന്ന് അകന്നത് കൊണ്ടാണ് മാതാവിന്റെ തലയിൽ ചിരവ കൊണ്ടടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞതെന്താണ്? അനിഷ്കുർലീ വലിവാലിദൈക, എനിക്ക് നീ ശുക്ർ ചെയ്യണം, എനിക്ക് നീ നന്ദി രേഖപ്പെടുത്തണം. എനിക്ക് മാത്രം പോരാ, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ ഗുണം ചെയ്യണം. ഇതിന് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു എനിക്ക് ഗുണം ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? എനിക്ക് ഗുണം ചെയ്തു, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്റെ ഗുണമൊന്നും വേണ്ട, നന്ദിയൊന്നും എനിക്ക് വേണ്ട. നിനക്ക് നിന്നെ സൃഷ്ടിച്ചതുപോലെ ഈ ലോകത്ത് നീ കടന്നു വരുന്നതിന് കാരണക്കാരൻ നിന്റെ മാതാപിതാക്കളാ. അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യണം, എനിക്കും നീ ഗുണം ചെയ്യണം. അല്ലാഹ്ക്ക് ഗുണം ചെയ്യാതെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ട് കാര്യമില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ അല്ലാഹുവിന് ഗുണം ചെയ്തിട്ടും കാര്യമില്ല, നന്ദി രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലൂടെ 2 ആയത്തുകളിലൂടെ 3 ആയത്തുകളിലൂടെ 2 അധ്യായങ്ങളിലൂടെ അല്ലാഹു ഉമ്മക്കുള്ള മഹത്വത്തിന്റെ അളവ് പറഞ്ഞു. അത് 3 കാര്യമാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അപ്പാക്ക് പറ്റോ? 1 വയസ്സ് വരെ ഞാൻ കൊടുത്തില്ലേ, അതുകൊണ്ട് നിങ്ങൾ 1 വയസ്സ് കുടിക്കും പാലെന്ന് പറഞ്ഞാൽ കവർ പാല് വാങ്ങിച്ചോണ്ട് കൊടുക്കാനേ പറ്റൂ. മുലപ്പാല് കൊടുക്കാൻ ഉമ്മയ്ക്ക് മാത്രമേ കഴിയൂ, അത് വാപ്പാക്ക് കഴിയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയെയും കുട്ടിയെയും തള്ളയെയും പിള്ളയെയും വീടിനെയും കൂടെ ഒരുമിച്ചെടുക്കാനുള്ള ആരോഗ്യം വാപ്പാക്ക് ഉണ്ടാവും. പക്ഷേ ഇതിനെ ഒന്ന് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യം വാപ്പയ്ക്കല്ല കൊടുത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഗർഭധാരണവും പ്രസവവും അതുപോലെ തന്നെ മുലപ്പാല് കൊടുക്കുന്നതും, ഈ 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് മാത്രം പ്രത്യേകതയുണ്ട്. അതൊരിക്കലും വാപ്പാക്ക് കടയിക്കടത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 3 പദവികൾ അള്ളാഹു എന്ത് കൊടുത്തു? ഉമ്മയ്ക്ക് കൊടുത്തു. 4ാമത്തെ പദവിയാണ് വാപ്പാക്ക് കൊടുത്തത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്പം കൂടെ ഒന്ന് കൂട്ടി വെച്ചേ മാസ്റ്റർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉമ്മയോടുള്ള കടമകൾ, നമ്മുടെ കടപ്പാടുകൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ വളർച്ചയുടെ പിന്നിൽ നമ്മുടെ ഉമ്മയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന 1ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ പഠിക്കുന്നവരല്ലേ നിങ്ങൾ? സുജൂദിൽ എന്താ നമ്മൾ ഓതേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. റുകൂഇലോ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇഅ്തിദാലിലോ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. അല്ലേ? ഇടയിലുള്ള ഇരുത്തത്തിലോ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് ഏതെങ്കിലും ഒരു സൂറത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? നിസ്കാരത്തിന് അപ്പുറം വേറൊരു ഇബാദത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു സൂറത്തില് ഈ പറയുന്ന ദുആകളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന, എന്തിനേറെ ഒരു ഉടമസ്ഥന്റെ മുമ്പിൽ ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. സുജൂദിൽ കിടക്കുമ്പോഴാണ് ഒരു അടിമ ഉടമസ്ഥനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്ന നിലത്ത് അന്തസ്സിന്റെയും ഇസ്സത്തിന്റെയും അടയാളമായ തല കൊണ്ട് കുനിച്ചു വെച്ച് പൃഷ്ഠഭാഗമാകുന്ന നമ്മളൊക്കെ വൃത്തികെട്ട അവയവമായി കണ്ടിട്ടുള്ളതിനെ തലയേക്കാൾ ഉയർത്തി വെക്കുന്ന സുജൂദ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയാണ്, അല്ലാഹുവേ നീയാണ് അത്യുത്തമൻ, നീയാണ് അത്യുന്നതൻ എന്ന് പറയുന്ന സുജൂദിലുള്ള ദുആ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ ഹദീസിലാണ്. പക്ഷേ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം എങ്ങനെയാന്ന് ഖുർആൻ പറഞ്ഞു. ഉമ്മാക്ക് എങ്ങനെ ദുആ ഇറക്കണമെന്നുള്ളത് ഖുർആനിലൂടെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ.